എല്ലാവർക്കും നമസ്കാരം. HST മാത്തമാറ്റിക്സിൻ്റെ റിവിഷൻ സീരീസിൻ്റെ 7ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത കുറവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സ്ഥലത്തു നിന്ന് നമുക്കിനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. കോംപ്ലക്സ് അനാലിസിസിൽ നിന്ന് നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ നോക്കണമെന്ന്. Z is equal to 2 minus I root 3 ആയിക്കഴിഞ്ഞാൽ mod Z whole raised to 4 mod Z raised to 4 എന്നാണ് ചോദ്യം. ഓക്കെ, മോഡുലസുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഭയങ്കര യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചിരിക്കുക. അതായത് മോഡ് Z raised to n വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് mod Z whole raised to n എന്ന് മാറ്റാം. ഓക്കെ, പിന്നെ Z1 ഇൻറ്റു Z2വിന് മോഡുലസ് വന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടുപേർക്കും സെപ്പറേറ്റ്ലി മോഡുലസ് കൊടുക്കാം. മോഡ് Z1 ഇൻറ്റു മോഡ് Z2 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഡിവിഷൻ വരുന്ന കേസിലും Z1 ബൈ Z2വിന് മോഡുലസ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മോഡ് Z1 ഡിവൈഡഡ് ബൈ മോഡ് Z2 എന്നിങ്ങനെ സെപ്പറേറ്റ് മോഡുലസ് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വന്നാലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് Z1 ഇൻറ്റു Z2 ബൈ Z3 ഇതിൻ്റെ ഒരു മോഡുലസ് വരുവാണെന്ന് വെച്ചോളൂ. ആ Z2വിന് ഒരു റൈസ് ടു എന്നും കൊടുത്തേക്കാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് Z1 ഇൻറ്റു മോഡ് Z2 റൈസ് ടു n Z2വിന് മാത്രം ബൈ മോഡ് Z3 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഉള്ളിലുള്ള ആൾക്കാരെല്ലാം ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് ഇതേപോലെ ഇതൊക്കെ കമ്പൈൻഡ് ആയിട്ട് വരികയാണെങ്കിലും സെപ്പറേറ്റ്ലി മോഡ് എടുത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അത് പ്രകാരം നോക്കിക്കേ മക്കളെ, ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? മോഡ് Z ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാം. മോഡ് Z എന്ന് പറഞ്ഞാൽ റൂട്ട് 2 സ്ക്വയർ പ്ലസ് മൈനസ് റൂട്ട് 3 സ്ക്വയർ എടുക്കുക. ഓക്കെ, അതിൻ്റെ ഹോൾ റൈസ് ടു 4 വരും. ഓക്കെ ആണല്ലോ. സോ റൂട്ട് ഓഫ് 2 സ്ക്വയർ 4 ആണ്, മൈനസ് റൂട്ട് 3യുടെ സ്ക്വയർ 3 ആണ്, അതിനൊരു ഹോൾ റൈസ് ടു 4 ഉണ്ട്. 4 3 7 ആണ്, ഹോൾ റൈസ് ടു 4 ഉണ്ട്. സോ റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 ഇൻറ്റു റൂട്ട് 7 2 പ്രാവശ്യം ആകുമ്പോൾ അത് 7 ആവും. വീണ്ടും 2 പ്രാവശ്യം ആകുമ്പോൾ 7 ആവും. 7 7 49 വരും ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ, റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ? എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സെറ്റല്ലേ മക്കളെ? രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്ക്. ഇത് ഉറപ്പാണ് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഓയിലേഴ്സ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. e⁻³ + 4i ഇൻറ്റു എക്സ് എന്ന സമ്മിശ്ര സംഖ്യയുടെ രേഖീയ ഭാഗം എന്താണ്? റിയൽ പാർട്ട് എന്താണെന്നാണ് ചോദ്യം. ഒരു സമ്മിശ്ര സംഖ്യയ്ക്ക് രേഖീയ ഭാഗമുണ്ട്, സാങ്കല്പിക ഭാഗമുണ്ട്. സാങ്കല്പിക ഭാഗത്തിനെയാണ് നമ്മൾ ഇമാജിനറി പാർട്ട് എന്നുള്ള പേരിട്ട് വിളിക്കുക. നോക്ക്, ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. e⁻i�iti എന്ന് പറയുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. e⁻i�iti എന്താണ്? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. e⁻x ഉള്ളിലേക്ക് കൊടുക്കാം. 3x പ്ലസ് 4xi എന്ന് വരും. a⁻m + n a⁻m ഇൻറ്റു a⁻n. ഓക്കെ, സോ e⁻3x ഇൻറ്റു e⁻i4xനെ e⁻i⁞ അപ്ലൈ ചെയ്യാം. കോസ് തീറ്റ അതായത് കോസ് 4x പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ സൈൻ 4x. e⁻3x ഉള്ളിലേക്ക് വന്നാൽ e⁻3x ഇൻറ്റു കോസ് 4x പ്ലസ് ഐ ഇൻറ്റു e⁻3x ഇൻറ്റു സൈൻ 4x. ഇപ്പോൾ e⁻3x ഇൻറ്റു കോസ് 4x ആണ് നമ്മുടെ റിയൽ പാർട്ട്. e⁻3x ഇൻറ്റു സൈൻ 4x ആണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. നമ്മളോട് രേഖീയ ഭാഗം എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ദാറ്റ് ഈസ് e⁻3x ഇൻറ്റു കോസ് 4x. ഓക്കെ, e⁻3x ഇൻറ്റു കോസ് 4x ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റിയൽ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. z-1/z² + 1 എന്ന ഏകതത്തിൻ്റെ സിംഗുലാർ ബിന്ദു എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കുക. സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ന്യൂമറേറ്ററുമായിട്ട് ക്യാൻസലായി പോകാനുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ക്യാൻസലായി പോകാനുണ്ടെങ്കിൽ ക്യാൻസലേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സിംഗുലർ പോയിൻ്റ് എടുക്കേണ്ടത്. അല്ലാണ്ട് ഡയറക്റ്റ്ലി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ആ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇങ്ങനൊരു ഫംഗ്ഷനാണെന്ന് വെച്ചോളൂ. z-1/z² -1 ആണെന്ന് വെച്ചോളൂ. ഇങ്ങനെയാണ് ഈ ഒരു ഏകദത്തിൻ്റെ സിംഗുലർ ബിന്ദു കണ്ടെത്താനാണ് ചോദ്യം. അവിടെ ചാടി കയറി നിങ്ങൾ ഡിനോമിനേറ്റർ നോർമലി ചെയ്യുന്നത് എന്താണ്? z² -1 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. z² = 1 എന്ന് എഴുതുന്നു. z = +or-1 എന്ന് എഴുതുന്നു. ഇത് ഉറപ്പായിട്ടും ഓപ്ഷനിൽ ഉണ്ടാവും, പക്ഷേ അത് ഉത്തരവാവില്ല. ഓക്കെ, കാരണം എന്താണ്? ഫംഗ്ഷൻ സിംപ്ലിഫൈഡ് ഫോമിലാക്കണം. ഇതിനെ നമുക്ക് z - 1 × 1നെ 1² എന്നാക്കിയാൽ a² - b² a + b × a - b എന്ന് എഴുതാം. എന്നിട്ട് z - 1 വെട്ടാം. 1/z+1 ആണ് ആക്ച്വലി ഫംഗ്ഷൻ. അവിടെ z + 1 = 0 ചെയ്താൽ z = -1 എന്നതാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. ഈ ആൻസർ തെറ്റായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമുക്ക് സ്റ്റിൽ ആ പ്രശ്നം ഇല്ല. കാരണം z² + 1നെ ഫാക്ടറൈസ് ചെയ്താലും z + i × z - i എന്ന് എഴുതാൻ പറ്റുള്ളൂ. മോൾ z - 1 ആണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രശ്നമില്ല. ഡയറക്റ്റ്ലി സിംഗുലർ പോയിന്റ് z² + 1 = 0, z² എന്ത് വരും? -1 അല്ലേ? z² = -1. ഫ്രം ദാറ്റ് z √-1 +or-i. ഓപ്ഷൻ സി +or-i ആണ് എന്ത് കിട്ടുക? ഈ ഏകദത്തിൻ്റെ സിംഗുലാർ ബിന്ദു കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്ക്. cos 30 + i sin 30 cos 60 - i sin 60. നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. എന്താണ്? e⁻i⁻ cos θ + i sin θ ആണ് ഓയിലേഴ്സ് ഇക്വേഷൻ. e⁻i⁻ ആണ് എന്ത്? cos θ - i sin θ. ഓക്കെ, അപ്പം ഇതെന്ത് വരും? e⁻i30 എന്ന് വരും ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ e⁻i60 എന്ന് വരും. താഴെയുള്ളത് മുകളിലേക്ക് എടുത്താൽ e⁻i30 + i60 അല്ലേ? a/m/a⁻n = a/m+n എന്ന് പഠിച്ചിട്ടുണ്ട്. സോ e⁻i90 എന്ത് വരും? cos 90 + i sin 90. cos 0 1 ആണ്. cos 90 0 വരും. i × sin 90 1 വരും. i × 1 എന്താണ്? i. സോ ഓപ്ഷൻ എ i ആണ് നമുക്ക് ആൻസർ കിട്ടുക. പിടികിട്ടുന്നുണ്ടല്ലോ? ക്ലിയർ ആണേ? സോ ഇത് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇത് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? cos 30യുടെ വാല്യൂ കൊടുക്കണം √3/2, sin 30 1/2, cos 60 1/2, sin 60 √3/2. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സ്റ്റിൽ ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഫോർമാറ്റിലേക്കാണ് വരിക. ഫ്രാക്ഷനാണ് വരിക. ന്യൂമറേറ്ററിലും കോംപ്ലക്സ് നമ്പർ ഉണ്ടാവും, ഡിനോമിനേറ്ററിലും കോംപ്ലക്സ് നമ്പർ ഉണ്ടാവും. എന്നിട്ട് ആ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോഴാണ് i കിട്ടുക. ഒരിക്കലും അത്രയും സമയം കളയരുത്. അവർ എക്സാമിന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവർ എക്സാമിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റല്ലേ? നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. z³ - 1 / z × z² - 1 എന്ന ഏകദത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? സിംഗുലാർ ബിന്ദു അഥവാ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, നോക്ക്. അപ്പോൾ ഇവിടെ ചാടിക്കയറി എന്ത് ചെയ്യാൻ പാടില്ല? ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല. ഇക്വേറ്റ് ചെയ്താലുള്ള പ്രശ്നം നമുക്ക് ആൻസർ വരും z = 0 കിട്ടും. z² - 1 0 ആകുമ്പോൾ z = +or-1 കിട്ടും. അത് വെച്ചിട്ട് ഓപ്ഷൻ സിയിലേക്ക് പോകരുത്. ശ്രദ്ധിക്കണം, ഇത് സിംപ്ലിഫൈഡ് ഫോമിലല്ല. മുകളിൽ z³ - 1 ആണ്, താഴെ z × z² - 1 ആണ്. 1നെ 1³ എന്ന് എഴുതിയാൽ ന്യൂമറേറ്ററിൽ a³ - b³ = a - b × എന്താണ്? a² + ab + b² എന്നുള്ള ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു z - 1 × z² + z + 1 എന്ന് വരും.
ഡിനോമിനേറ്ററിൽ ഇസഡ് ഇൻറ്റു സെഡ് സ്ക്വയർ മൈനസ് വണ്ണിനെ എങ്ങനെ എഴുതാം? സെഡ് പ്ലസ് വൺ ഇൻറ്റു സെഡ് മൈനസ് വൺ എന്ന് എഴുതാം അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്നിട്ട് ഇസഡ് മൈനസ് വൺ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ബാക്കി എന്ത് വരും? സെഡ് സ്ക്വയർ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു സെഡ് പ്ലസ് വൺ. സ്റ്റിൽ നമ്മൾ ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് സിംഗുലാർ പോയിൻറ്റ്സ് കിട്ടുക. സെഡ് ഇസ് ഈക്വൽ ടു 0, സെഡ് പ്ലസ് വൺ ഈക്വൽ ടു 0 ആൻഡ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ. 0യും മൈനസ് വണ്ണും ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒമേഗ റൈസ് ടു 10 എന്താണെന്നാണ് ചോദ്യം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ബേസിക് ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു പാർട്ട് 5 തോന്നുന്നു. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെ ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0 ആണെന്ന് ഓർത്തിരിക്കണം. ഒമേഗ ക്യൂബ് 1 ആണെന്ന് ഓർത്തിരിക്കണം. ഒമേഗ റൈസ് ടു മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത് 1 ആണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, പിന്നെ ഒമേഗയുടെ വാല്യൂസ് ഓർത്തിരിക്കണം. ഒമേഗ എന്ന് പറയുന്നത് -1 പ്ലസ് √3i/2, ഒമേഗ സ്ക്വയർ -1 മൈനസ് √3i/2, അത് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ നോക്കുക, ഒമേഗ റൈസ് ടു 10നെ ഒമേഗ റൈസ് ടു 9 ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഒമേഗ റൈസ് ടു 9 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് അല്ലേ? സോ ദ ആൻസർ ഈസ് ഒമേഗ. ഓപ്ഷൻ സി ഒമേഗ വരും ആൻസർ. ഏഴാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഏകത്തിൻ്റെ ഘനമൂലങ്ങൾ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണ് 1 ഒമേഗ സ്ക്വയർ എങ്കിൽ സംഭവം എന്താണെന്നാണ് ചോദ്യം. 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ. എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് 2 ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ പ്ലസ് ഒമേഗ ക്യൂബ്. സോ 4 മൈനസ് 2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ എന്ന് വരും, പ്ലസ് ഒമേഗ ക്യൂബ്. ഓക്കെ, നമുക്കറിയാം 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ആണെങ്കിൽ 1 ഇപ്പുറം കൊടുത്താൽ മതി അല്ലേ? ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ എന്ന് പറയുന്നത് -1 വരും. ഒമേഗ ക്യൂബ് 1 ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ 4 മൈനസ് 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ -1 വരും. ഒമേഗ ക്യൂബ് 1 വരും. 4 മൈനസ് 2 ഇൻറ്റു -1 പ്ലസ് 2 പ്ലസ് 1. 4 2 6 1 7. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. എട്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. y is equal to 2 raised to log x. അങ്ങനെയാണെങ്കിൽ dy by dx എന്താണെന്നാണ് ചോദ്യം. എന്തുവരും? dy by dx is equal to a raised to x ഡെറിവേറ്റീവ് a raised to x log a ആണ്. അപ്പോൾ log 2 വരും. ഇൻറ്റു log x ഡെറിവേറ്റീവ് 1/x കൂടെ വരും. ഓക്കെ, അപ്പോൾ 2 raised to log x ഇൻറ്റു log 2 by x. ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഒൻപതാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഏകത്തിൻ്റെ ഘനമൂലങ്ങൾ 1 ഒമേഗ സ്ക്വയർ ആണെങ്കിൽ 2 ഇൻറ്റു 3 മൈനസ് ഒമേഗ ഇൻറ്റു 3 മൈനസ് ഒമേഗ സ്ക്വയർ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നോക്കിക്കേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നോർമലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പോവാം. നമുക്ക് എന്ത് വരും? ദാറ്റ് ഈസ് 2 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പം 3 ഇൻറ്റു 3 9 മൈനസ് 3 ഒമേഗ സ്ക്വയർ മൈനസ് 3 ഒമേഗ പ്ലസ് ഒമേഗ ക്യൂബ് എന്ന് വരും. ശരിയാണേ? സോ 2 ഇൻറ്റു 9 മൈനസ് 3 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ് 1 ആണെന്നറിയാം. 2 ഇൻറ്റു 9 മൈനസ് 3 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ -1 ആണെന്നറിയാം, പ്ലസ് 1. സോ 2 ഇൻറ്റു 9 പ്ലസ് 3 പ്ലസ് 1. 2 ഇൻറ്റു 9 1 10 3 13. ആൻസർ 26 വരും. ഓപ്ഷൻ എ 26 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. എന്ത്? സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കണേ.
ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സാധനം എന്തായിരിക്കും? മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതിനെ ഞാൻ എക്സ് പ്ലസ് ഐ വൈ എന്ന് വിളിച്ചു. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് ഐ ബി വരും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ എക്സ് സ്ക്വയർ പ്ലസ് 2ix(y) പ്ലസ് ഐ വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2xy(i). ഐയുടെ സ്ക്വയർ -1 വരും, മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. അതായത് റിയൽ പാർട്സ് ഒരുമിച്ചാക്കാം. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2xy ഇൻറ്റു ഐ. ഇതാണ് എന്തെന്ന് പറയുന്നത്? എ പ്ലസ് ഐ ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ അത് എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണേ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ ഓപ്ഷനിൽ എക്സ് പ്ലസ് ഐ വൈ ഉണ്ട്, ശരിയല്ലേ? അതിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എടുത്താൽ എനിക്ക് എ കിട്ടണം, ശരിയല്ലേ? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എടുത്താൽ എനിക്ക് എ കിട്ടണം. അതേപോലെ ഇമാജിനറി പാർട്സ് ഇക്വേറ്റ് ചെയ്താൽ 2xy എടുത്താൽ എനിക്ക് എന്തും കിട്ടണം? ബിയും കിട്ടണം. ഈ രണ്ട് കണ്ടീഷനാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടുകൾ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ പറയുന്നത്. ഓപ്ഷനിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എടുത്താൽ എനിക്ക് ഇവിടെ എ വാല്യൂ 6 ആണ്. ഓക്കെ, ബി വാല്യൂ 8 ആണ്. ഓരോ ഓപ്ഷൻസ് ആയിട്ടാണ് നമ്മളിത് എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്ത് നോക്കുക. നോക്ക്, ഫസ്റ്റ് ഓപ്ഷൻ നോക്ക്. ഇനിയിപ്പോൾ എക്സാമിന് നിങ്ങൾ ഈ ബോക്സിലുള്ള സാധനം മാത്രം ഓർത്ത് വെച്ചാൽ മതി. റൂട്ട് 4ൻ്റെ സ്ക്വയർ എന്താണ്? 4 മൈനസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്താണ്? 2. 4 മൈനസ് 2 എന്താണ്? 2. 6 കിട്ടിയോ? ഇല്ല, അപ്പോഴേ വിട്ടു. അടുത്ത ഓപ്ഷൻ നോക്ക്, ഓപ്ഷൻ ബി. റൂട്ട് 8ൻ്റെ സ്ക്വയർ എന്താണ്? 8. റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്താണ്? 2. 8 മൈനസ് 2 6 കിട്ടി. ഉടനെ അത് ടിക്ക് ചെയ്യരുത്, ബാക്കിയുള്ള കണ്ടീഷൻ നോക്കുക. 2xy എന്ന് പറയുന്നത് ബി കിട്ടണം. ഓക്കെ, അതായത് 8 കിട്ടണം. 2 ഇൻറ്റു നോക്ക്, എക്സിൻ്റെ വാല്യൂ റൂട്ട് 8 ഇൻറ്റു വൈയുടെ വാല്യൂ റൂട്ട് 2 സീക്വൽ ടു 2 ഇൻറ്റു റൂട്ട് 8 ഇൻറ്റു റൂട്ട് 2 റൂട്ട് 16. 2 ഇൻറ്റു റൂട്ട് 16 4. 2 ഇൻറ്റു 4 8. പക്ക മാച്ചിങ് ആയല്ലോ. ബിയുടെ വാല്യൂ 8ഉം കിട്ടി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് വിട്ട് കളയാം. രണ്ടും ശരിയാവുന്നത്, രണ്ട് കണ്ടീഷൻ, ചിലപ്പം ഫസ്റ്റ് കണ്ടീഷൻ ശരിയാവുന്ന വേറെ ഓപ്ഷനും ഉണ്ടാവാം. എ ഈക്വൽ ടു 6 കിട്ടുന്ന എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൽ എ 6 കിട്ടുന്ന വേറെ ഓപ്ഷൻ ഉണ്ടാവാം. പക്ഷേ രണ്ടും ശരിയാവുന്ന ഒറ്റ ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് 2ab 2xy ബിയും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എയും കിട്ടുന്ന ഇത് രണ്ടും ശരിയാവുന്ന എന്തേ ഉണ്ടാവുള്ളൂ? ഒറ്റ ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. സോ രണ്ടും ശരിയാവുന്ന ഒറ്റ ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനൽ ആൻസർ കൺഫേം ചെയ്ത് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ ഓർത്ത് വയ്ക്കുക, ഏത് കോംപ്ലക്സ് നമ്പറിൻ്റെ ആണോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറയുന്നത് അത് ഓപ്ഷൻ വെച്ചിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഓപ്ഷനിൽ റിയൽ പാർട്ടിൻ്റെ സ്ക്വയറിൽ നിന്ന് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ കുറച്ചാൽ നമ്മുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് കിട്ടണം. ഓപ്ഷനിലെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2xy എടുക്കുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ട കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടും കിട്ടണം. ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനിൽ നിന്ന് തന്നെ കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് W=z² എന്ന ട്രാൻസ്ഫോർമേഷൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എന്ത്? A=x² - y², B=2xy. അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാം. വീണ്ടും നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്നത് സ്ക്വയർ ചെയ്ത് നോക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സെറ്റല്ലേ? 11ാമത്തെ ചോദ്യത്തിലേക്ക് വന്നാലോ? ക്വസ്റ്റ്യൻ നമ്പർ 11. x = a × t + 1/t, y = a × t - 1/t. dy/dx എടുക്കാനാണ് ചോദ്യം. പാരാമെട്രിക് ഫോമാണ് വിത്ത് പാരാമീറ്റർ t. dy/dx എന്ന് പറഞ്ഞാൽ എന്താണ്? dy/dt /
dx/dt ആണ്. ഓക്കെ, സോ y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ടി മൈനസ് 1/t ആണ്. dy/dt എടുത്താൽ എന്ത് വരും? a ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1, 1/tയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/t². സോ a ഇൻറ്റു 1 പ്ലസ് 1/t² എന്ന് വരും. ക്രോസ് ചെയ്തിടാം. a ഇൻറ്റു t² പ്ലസ് 1/t². ഓക്കെ, ഇപ്പോൾ dy/dt ആയി. ഇനി എന്ത് വേണം? dx/dt വേണം. ഓക്കെ, എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ടി കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. a ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് 1, 1/tയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/t². ക്രോസ് ചെയ്യാം. a ഇൻറ്റു t² മൈനസ് 1/t². ഓക്കെ ആണേ. ഇനി ഇതിൻ്റെ റേഷ്യോ എടുക്കുക. dy/dx ഇസ് ഈക്വൽ ടു dy/dt/dx/dt. dy/dt എന്ന് പറഞ്ഞാൽ a ഇൻറ്റു t² പ്ലസ് 1/t². ബൈ dx/dt എന്ന് വന്നാൽ ആ dx/dt തിരിച്ചിട്ട് ഗുണിക്കുക. t² മുകളിൽ വരും. a ഇൻറ്റു t² മൈനസ് 1 താഴെ വരും. എയും എയും കട്ട് ചെയ്യാം. t² കട്ട് ചെയ്യാം. സോ t² പ്ലസ് 1/t² മൈനസ് 1. ഓപ്ഷൻ ബി അല്ലേ? t² പ്ലസ് 1 ഡിവൈഡഡ് ബൈ t² മൈനസ് 1 വരും ആൻസർ. 12ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 12. A random variable x has the following probability distribution, then find the value of k എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കാണുമ്പോൾ തന്നെ അറിയാം സിഗ്മ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 കിട്ടണം എന്നറിയാം. സിഗ്മ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം തന്നെയാണിത്. എന്ത് വരും? 7k² 2k² 7 2 9 1 10k² വരും. പ്ലസ് ബാക്കി 2 1 3 4 5 6 7 8 1 9 9k വരും അല്ലേ? ഇസ് ഈക്വൽ ടു 1. ഇത് ശരിയാവുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. എന്തായാലും 10ൽ ഇത് ശരിയാവില്ല. 2ൻ്റെ സ്ക്വയറിനെ 10 കൊണ്ട് ഗുണിച്ചാൽ ഒന്നും 1 കിട്ടില്ല. ഇനി ഹാഫ് ആവാം അല്ലെങ്കിൽ 1/10 ആവാം. ഓപ്ഷൻ കൊടുത്ത് നോക്കി. 10 ഇൻറ്റു 1/10ൻ്റെ സ്ക്വയർ 1/100 പ്ലസ് 9 ഇൻറ്റു 1/10. ഒരു 0 കട്ട് ചെയ്യാം. 1/10 പ്ലസ് 9/10 10/10 1 കിട്ടുന്നുണ്ട്. ഓപ്ഷൻ മാച്ചിങ് ആവുന്നുണ്ട് അല്ലേ? ശരിയല്ലേ? ഓപ്ഷൻ മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി 1/2 നോക്കേണ്ട ആവശ്യമില്ല. ഇതായിരുന്നു 12ാമത്തെ ചോദ്യം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The arithmetic mean of NC0, NC1, NC2, etc. up to NCN എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കണം. എപ്പോഴും ആലോചിക്കണം, 0യിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അവിടെ n+1 ടേംസ് ഉണ്ടായിരിക്കും. 1ൽ നിന്ന് തുടങ്ങുമ്പോഴാണ് n ടേംസ് വരിക. 0യിൽ നിന്ന് തുടങ്ങുമ്പോൾ n+1 ടേംസ് ഉണ്ട്. ഇപ്പം നമ്പർ ഓഫ് ടേംസ് n+1 ആണ്. അത് തെറ്റിപ്പോരുത്. നമ്പർ ഓഫ് ടേംസ് സിമിലർ ആയിട്ടുള്ള 1-2 കേസ് നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതിൻ്റെ സം എടുത്തിട്ട് n+1 കൊണ്ട് ഹരിക്കുക. അപ്പോൾ താഴെ n വരുന്ന ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ 2n ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുമുണ്ട് അല്ലേ? ബൈനോമിയൽ കോഎഫിഷ്യൻസിൻ്റെ സം 2n ആണ്. സോ അതായത് NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCN ബൈ n+1. That is equal to 2n by n+1. ഓപ്ഷൻ ബി ആയിട്ട് തെറ്റിപ്പോരുത്. 2n എല്ലാവർക്കും പെട്ടെന്ന് കിട്ടും. പക്ഷേ ആ n ആണോ n+1 ആണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. 14ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് √n² - 1/12. ഓക്കെ, കാണാതെ പഠിച്ചു വെച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ്ലി ഒരു 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നേരിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. വേരിയൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ്? n² - 1/12. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ √n² - 1/12. 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The probability that 3 cards are drawn from a pack of 52 cards, all red is are all red. ഓക്കെ, 3 കാർഡുകൾ എടുക്കുന്നത് 3 റെഡ് ആവണം.
നമുക്കറിയാം 26 റെഡ് കാർഡുകളും 26 ബ്ലാക്ക് കാർഡുകളുമാണുള്ളത്. 52 കാർഡിൽ നിന്ന് 3 കാർഡുകൾ എടുക്കുമ്പോൾ 26 റെഡ് കാർഡുകളിൽ നിന്നുള്ള 3 ആയിരിക്കണം. 26C3 നോക്കണേ, 26C3 അതായത് 26 ഇൻറ്റു 25 ഇൻറ്റു 24 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 മുകളിലും താഴെയും വെട്ടിപ്പോവും, അപ്പോൾ അത് എഴുതുന്നില്ല. 52 ഇൻറ്റു 51 ഇൻറ്റു 50. ഓക്കെ, 26ൻ്റെ ട്വൈസ് ആണ് 52, 25ൻ്റെ ട്വൈസ് ആണ് 50. ഈ രണ്ട് 4ഉം 24ഉമായിട്ട് വെട്ടിയാൽ 6, 6ഉം 51ഉം തമ്മിൽ വെട്ടാം. 2 3 6 എന്ത് വരും? 1 3 3, ശിഷ്ടം 2 21, 7 3 21, 2/17 വരും ആൻസർ, 2/17. സോ ഓപ്ഷൻ ഡി 2/17 ആണ് എന്ത് കിട്ടുക? എല്ലാം റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി കിട്ടുക. 2/17, ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. 3 കാർഡ് എടുക്കുമ്പോൾ 3 റെഡ് ആവണം. കാർഡിൻ്റെ ഐഡിയ മസ്റ്റായിട്ടും ഉണ്ടാവണം. ഒരു ക്വസ്റ്റ്യൻ കാർഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. ചിലരൊക്കെ അത് മറന്നിരിക്കുന്നുണ്ടാവും. എത്ര കാർഡുകൾ, എങ്ങനെയൊക്കെയാണ്, ഓരോ സ്യൂട്ടിലും എത്ര കാർഡുണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കോ, ഈ ഒരു ചിത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പിടിക്കാൻ പറ്റും. നോക്ക്, മൊത്തം 52 കാർഡുകൾ. അത് രണ്ടായിട്ട് തിരിക്കാം. 26 ബ്ലാക്കും 26 റെഡും. ഓക്കെ, 26 ബ്ലാക്കും 26 റെഡും. 26 ബ്ലാക്കിൽ 13 ക്ലബും 13 സ്പേഡും, 26 റെഡിനകത്ത് 13 ഡയമണ്ടും 13 ഹാർട്ടും. ഇത് ഓരോ സ്യൂട്ടെന്ന് വിളിക്കും. ഓരോന്നിനെയും ഓരോ സ്യൂട്ടെന്ന് വിളിക്കും. ഇനി ഓരോ സ്യൂട്ടിലുള്ള കഥകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു സ്യൂട്ട് എടുക്കുക. ആദ്യത്തെ 13 ക്ലബ്ബ് വരുന്ന സ്യൂട്ട് എടുക്കുക. അവിടെ ഒരു കിങ് ഉണ്ടായിരിക്കും, ക്വീൻ ഉണ്ടായിരിക്കും, ജാക്ക് ഉണ്ടായിരിക്കും. പിന്നെ 10 മുതൽ 2 വരെയുള്ള സംഖ്യകൾ രേഖപ്പെടുത്തിയ നമ്പർ കാർഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഒരു ഏസ് ഉണ്ടായിരിക്കും. ഈ കിങ്ങും ക്വീനും ജാക്കുമാണ് ഫേസ് കാർഡുകൾ, മുഖമുള്ള കാർഡുകൾ എന്നുള്ള വിളിക്കുക. ഓരോ സ്യൂട്ടിലും കിങ്ങും ക്വീനും ജാക്കും ഉണ്ട്. അപ്പോൾ മൊത്തം എത്ര ഫേസ് കാർഡുകളുണ്ട്? 3 വെച്ച് 4 സ്യൂട്ടിൽ 12 ഫേസ് കാർഡുകളുണ്ട്. ഓക്കെ, ഇനി പല രീതിയിൽ ചോദ്യം വരാം കേട്ടോ. എന്താണ് ഒരു കിങ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? എന്താണ് 4 കിങ്ങുകളുണ്ട്. ഇപ്പോൾ 2 കാർഡ് എടുക്കുമ്പോൾ 52 കാർഡിൽ നിന്ന് 2 കാർഡ് എടുക്കുമ്പോൾ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനാണ്. അത് രണ്ടും കിങ് ആവാനുള്ള ചാൻസ്. നമ്മുടെ കയ്യിൽ മൊത്തം 4 കിങ് ഉണ്ട്. അതിൽ നിന്നും 2 കിങ്, 4C2. പിടികിട്ടിയോ? അപ്പോൾ ഈ ടൈപ്പാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി ആ എടുക്കുന്ന 2 കാർഡുകൾ ഏസ് ആവാനുള്ള ചാൻസ് എത്രയാണ്? ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു എണ്ണം കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാർഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. അപ്പം ഈ എത്ര കാർഡുകൾ വെച്ചിട്ടുണ്ടെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടേക്കുന്നത്. മസ്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിക്കോളൂ. പിന്നെ ബാക്കി ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15, 16. mx(t) എന്ന് പറയുന്നത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. അത് തന്നിട്ടുണ്ട്. ദെൻ m3x + 2(t) എന്താണെന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. m(ax + b)(t) എന്ന് പറയുന്നത് e⁻bt × mx(at) ആണ്. e⁻bt × mx(at) ആണ്. കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. e⁻bt × mx(at). m(a + b)(t) എന്ന് പറയുന്നത് എന്താണ്? m(ax + b)(t) എന്ന് പറയുന്നത് e⁻bt × mx(at) ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഡയറക്റ്റ്ലി എക്സാമിന് യൂസ് ആവാൻ സാധ്യതയുണ്ട്. മൊമെൻറ്റ് ജനറേറ്റീവ് ഫംഗ്ഷൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കൺഫേംഡ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ m3x + 2(t) എന്ന് പറയുന്നത് എന്ത് വരും? e⁻2t × mx(3t) എന്ന് വരും. ഓക്കെ, സോ e⁻2t × mx(3t). ഇപ്പോൾ mx(t) നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? mx(t) എന്ന് പറയുന്നത് എന്താണ്? 1/1 - t ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ mx(3t) ആണെങ്കിലോ, t മാറ്റി 3t ആക്കിയാൽ മതി.
1/1 - 3t. അതിവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. e⁻²t ഇൻറ്റു 1/1 - 3t, അതായത് e⁻²t ഡിവൈഡഡ് ബൈ 1 - 3t എന്ന് വരും ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? m3x + 2t എന്ത് കിട്ടും? e⁻²t ഡിവൈഡഡ് ബൈ 1 - 3t. 17ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഏകത്തിൻ്റെ ഘനമൂലങ്ങളാണ് 1 ω² എങ്കിൽ 1 + ω ഇൻറ്റു 1 + ω² ഇൻറ്റു 1 + ω⁴ ഇൻറ്റു 1 + ω⁸ എന്നാണ് ചോദ്യം. ഓക്കെ നോക്കണേ. 1 + ω ഇൻറ്റു 1 + ω ഇൻറ്റു 1 + ω², 1 + ω ഇൻറ്റു 1 + ω² ഇൻറ്റു ഈ ω⁴ നമുക്ക് ω³ ഇൻറ്റു ω എന്നാക്കാം. ω³ 1 ആവും, ശരിയല്ലേ? ω⁴ എന്ന് പറയുന്നത് ω³ ഇൻറ്റു ω ആണ്. ω³ 1 ആവും, ബാക്കി ω ഉണ്ടാവും. സോ ഇത് 1 + ω എന്ന് വരും. അതേപോലെ ω⁸ ω�6 ഇൻറ്റു ω² എന്നാക്കാം. ω�6 മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്, ബാക്കി ω². സോ ഇത് 1 + ω² എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ 1 + ω രണ്ടെണ്ണമായി, അപ്പോൾ 1 + ω² ആയി. 1 + ω² രണ്ടെണ്ണമായി, അപ്പോൾ 1 + ω² ആയി. രണ്ടുപേർക്കും സെപ്പറേറ്റ്ലി സ്ക്വയർ ഉണ്ട്, അപ്പോൾ സിംഗിൾ സ്ക്വയർ ആക്കാം അല്ലേ? a² ഇൻറ്റു b² എന്ന് പറഞ്ഞാൽ a ഇൻറ്റു b ഹോൾ² ആണ്. 1 + ω ഇൻറ്റു 1 + ω² ഹോൾ² എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്താൽ എന്താണ് വരിക? 1 + ω² പ്ലസ് ω പ്ലസ് ω³ എന്ന് വരും, അതിൻ്റെ ഹോൾ². ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 + ω പ്ലസ് ω² 0 ആയിട്ട് മാറും. ഓക്കെ, ω³ 1 ആയിട്ട് മാറും. രണ്ടും അറിയുന്ന റിസൾട്ട് ആണല്ലോ. ഹോൾ² ഇസ് ഈക്വൽ ടു 1ൻ്റെ സ്ക്വയർ എന്താണ്? 1. സോ ഓപ്ഷൻ ബി 1 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. I എന്ന സമ്മിശ്ര സംഖ്യയുടെ വർഗ്ഗമൂലം എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് I എന്താണെന്നാണ് ചോദ്യം. I എന്ന സമ്മിശ്ര സംഖ്യയുടെ വർഗ്ഗമൂലം അഥവാ സ്ക്വയർ റൂട്ട് ഓഫ് I കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഒരുപാട് രീതിയിൽ ചെയ്യാമത്. സ്ക്വയർ റൂട്ട് ഓഫ് I എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ആൻസർ ഒരു x + iy ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് സ്ക്വയർ എടുക്കാം. സ്ക്വയർ എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നില്ല, നമ്മൾ ഓൾറെഡി റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. I എന്ന് പറഞ്ഞാൽ 0 + 1i എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ എന്താണ്? എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്, ശരിയല്ലേ? നോക്കണേ, എയുടെ വാല്യൂ 0 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. ഓക്കെ ആണല്ലോ? ഇനി എ എന്താണെന്ന് പഠിച്ചു നമ്മൾ? x² - y² നമുക്ക് 0 കിട്ടണം. ബി എന്ന് പറയുന്നത് 2xy ആണ്. 2xy നമുക്ക് 1 കിട്ടണം. ഇത് ശരിയാവുന്ന, ഈ രണ്ടും ശരിയാവുന്ന ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ കുറച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതല്ലേ ഉള്ളത്. ഇത് വീണ്ടും സോൾവ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇത് പഠിച്ചു വെച്ചിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തമ്മിൽ സ്ക്വയർ എടുത്ത് ഡിഫറൻസ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടണം? 0. 2 ഇൻറ്റു റിയൽ പാർട്ട് ഇൻറ്റു ഇമാജിനറി പാർട്ട് 1 വരണം. ഇവിടെ 1² ഓപ്ഷൻ എ നോക്ക്. ഓപ്ഷൻ എയിൽ 1² - 1² 0 കിട്ടുന്നുണ്ട്. പക്ഷേ 2 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ത് കിട്ടുന്നില്ല? 1 കിട്ടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ എ പോയി. ഇവിടെ 1/2ൻ്റെ സ്ക്വയറിൽ നിന്ന് 1/2ൻ്റെ സ്ക്വയർ കുറച്ചാൽ എനിക്ക് എന്ത് വരും? 0 വരും. പക്ഷേ 2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1/2 ആണ് കിട്ടുന്നത്, എന്ത് കിട്ടുന്നില്ല? 1 കിട്ടുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ബി പോയി. ഇനി -1/2ൻ്റെ സ്ക്വയറിൽ നിന്ന് -1/2ൻ്റെ സ്ക്വയർ കുറച്ചാൽ 0 വരും. 2 ഇൻറ്റു -1/2 ഇൻറ്റു -1/√2 ഇൻറ്റു -1/√2
മുകളിൽ എന്ത് വരും? മുകളിൽ 2 വരും. √2 ഇൻറ്റു √2 2 വരും. 2 കട്ടായി 1 കിട്ടും. അപ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. അവസാനത്തെ അപ്പോൾ നോക്കിക്കോളൂ. ഇവിടെ എന്താണ്? 2 ഇൻറ്റു -1/√2 ഇൻറ്റു 1/√2 ആണ് വരുന്നത് 2xy നോക്കിക്കഴിഞ്ഞാൽ. സോ ഇത് -2/2 ആണ് വരുന്നത്. ആൻസർ -1 ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് 1 ആണ്. അപ്പോൾ 1 മാച്ച് ചെയ്യുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. നോക്ക്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്ക്വയർ ചെയ്ത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 0യും 2xy 1ഉം കിട്ടുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺഫേം ചെയ്യാൻ പറ്റും. 19ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 19. 1 - omega ഇൻറ്റു 1 + omega² ഇൻറ്റു 1 + omega⁴ ഇൻറ്റു 1 + omega⁴. സ്റ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ omega⁴ omega³ ഇൻറ്റു ഒമേഗ എന്നാക്കാം, ദാറ്റ് ഈസ് ഒമേഗ. omega⁸ omega�6 ഇൻറ്റു omega² എന്നാക്കാം, അത് omega² വരും. ഓക്കെ, സോ 1 - omega ഇൻറ്റു 1 - omega² ഇൻറ്റു 1 + omega⁴ എന്നുള്ളത് ഒമേഗ വരും. 1 + omega⁸ എന്നുള്ളത് omega² വരും. ഓക്കെ, 1 - omega ഇൻറ്റു 1 + omega, ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് നമുക്ക് 1 - omega² എന്നാക്കാം, അല്ലേ? 1² - omega². അതേപോലെ ഇവരെ രണ്ടുപേരെയും കൂടെ ചേർത്ത് 1 + omega² ഇൻറ്റു 1 - omega², 1 - omega⁴ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 1 - omega² ഇൻറ്റു 1 - omega⁴ എന്താണ്? ഒമേഗയാണ്. ശരിയല്ലേ? omega⁴ ഒമേഗയാണ്. നമുക്കറിയാം 1 + omega + omega² എന്ന് പറയുന്നത് 0 ആണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തോളൂ. 1 - omega -omega² + omega³ എന്ന് വരും. ശരിയല്ലേ? 1 - omega -omega² + omega³. സോ 1 മൈനസ് പുറത്തെടുത്താൽ omega + omega² + omega³ 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 - omega + omega² എന്താവും? -1 ആവും, അല്ലേ? omega + omega² എന്ന് പറയുന്നത് +1 ഇപ്പുറം വന്ന് -1 ആവും. അപ്പോൾ അത് -1 ആയി, +1. സോ 1 2 മൈനസ് ചേർന്ന +1 +1, 1 + 1 + 1 3. ഓപ്ഷൻ ബി 3 ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 20ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. f(z) = z² + z എന്ന ഏകതത്തിൻ്റെ സാങ്കല്പിക ഭാഗം. സാങ്കല്പിക ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി പാർട്ട് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, f(z) എന്ന് പറയുന്നത് u+iv-യും z എന്ന് പറയുന്നത് x+iy-യുമാണ്. ഓക്കെ, ഇസഡിന് പകരം x+iy കൊടുത്താൽ x+iy² + x+iy എന്ന് വരും. ഓക്കെ, ഇതെന്ത് വരും? ഇത് എക്സ്പാൻഡ് ചെയ്താൽ x² - y² + 2xyi വരും എന്ന് നമുക്കറിയാം, പ്ലസ് x+iy. സാങ്കല്പികമാണല്ലോ, അപ്പോൾ i ഉള്ള രണ്ട് ടേംസ് ഇവർ രണ്ടുപേരുമാണ്. 2xyi + iy ആണ്. i പുറത്തെടുത്താൽ i × 2xy + y എന്ന് വരും. സോ ദിസ് ഈസ് ദ ഇമാജിനറി പാർട്ട്. റിയൽ പാർട്ട് ഞാൻ നോക്കിയില്ല, നോക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്. ഓക്കെ, എക്സ് നോക്കേണ്ട ആവശ്യമില്ല, i ഉള്ളവരെ മാത്രം നോക്കിയാൽ മതി. സോ ഐയുടെ കോയിഫിഷ്യൻറ്റ് 2xy + y, ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ഓക്കെ, 21ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. f(z) = z + 1/z എന്ന ഏകതത്തിൻ്റെ സാങ്കല്പിക ഭാഗം. സാങ്കല്പിക ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാജിനറി പാർട്ട് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, z + 1/z, e⁻z, z², 1/z, log z, sin z, cos z, az + b/cz + d, ഇതെല്ലാം സ്റ്റാൻഡേർഡ് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ശരിയല്ലേ? ഒരു പ്ലെയിനിൽ നിന്നും മറ്റൊരു പ്ലെയിനിലേക്ക്, കാർട്ടീഷ്യനിൽ നിന്നും യു വി പ്ലെയിനിലേക്ക് മാറ്റുന്ന, കോംപ്ലക്സ് പ്ലെയിനിലേക്ക് മാറ്റുന്ന പ്രോസസ്സൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നമുക്കില്ല, എങ്കിലും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്.
അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. എനിവേ അത് കുറേ പേരൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഡയറക്റ്റ്ലി ആൻസർ എഴുതുന്നില്ല, ഡിറൈവ് ചെയ്ത് തന്നെ നമുക്ക് ചെയ്യാം. എന്തായാലും z+1/z നോക്ക്, നേരത്തെ പോലെ വാല്യൂ കൊടുത്ത് സോൾവ് ചെയ്യുന്നതാവും ബെറ്റർ അല്ലേ. ഇസഡിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, x+iy പ്ലസ് 1/x+iy. ഇവിടെ തന്നെ 1/x+iy കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. x-iy കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. സോ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാം. x+iy പ്ലസ് x-iy ബൈ x² + y² അല്ലേ. a+ib ഇൻറ്റു a-ib എന്ന് പറയുന്നത് a² + b² ആണ്. a+b ഇൻറ്റു a-b ആണ് a² - b². a+ib ഇൻറ്റു a-ib എന്ന് പറയുന്നത് a² + b² ആണ്. ഓക്കെ, സോ ഇതിനകത്ത് ഇത് സ്പ്ലിറ്റ് ചെയ്യുക. x+iy പ്ലസ് x/x² + y² മൈനസ് iy/x² + y². ഇതിനകത്ത് i വരുന്ന പാർട്ട് മാത്രം നോക്കിയാൽ മതി, സാങ്കല്പികമാണല്ലോ. ഇവിടെയും i ഉണ്ട്, ഇവിടെയും i ഉണ്ട്. ഓക്കെ, സോ അതെടുക്കുമ്പോൾ ബാക്കി വരിക y ഉണ്ട് മൈനസ് y/x² + y². ശരിയല്ലേ. y മൈനസ് y/x² + y² ക്രോസ് ചെയ്യുമ്പോൾ x² പ്ലസ് y³ മൈനസ് y/x² + y² ആണ് നമ്മുടെ ഇമാജിനറി പാർട്ട്. x² പ്ലസ് y³ മൈനസ് y/x² + y². ഓപ്ഷൻ ഡി ആണ് ആൻസർ കിട്ടുക. ഓക്കെ ആണല്ലോ. റിയൽ പാർട്ടാണെങ്കിൽ ഇവന്മാരെ രണ്ടുപേരെയും തമ്മിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇമാജിനറി പാർട്ടാണെങ്കിൽ ഐ ഉള്ള പാർട്ടുകൾ ഇവരെ രണ്ടുപേരെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. സോ അത് ചെയ്തപ്പോൾ എനിക്ക് ആൻസറായി. 22ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. z →∞ ആണ്. മുകളിലും താഴെയും ഹയസ്റ്റ് പവർ ഓഫ് ഇസഡിൻ്റെ കോയിഫിഷ്യൻസ് ഡിവൈഡ് ചെയ്യാം. മുകളിൽ z² ഹയസ്റ്റ് പവർ, z² ആണ് ഹയസ്റ്റ് പവർ വരിക അല്ലേ. z²i/z² - 2z + 1. മുകളിൽ ലിമിറ്റ് z →∞. ഇൻഫിനിറ്റിയിൽ മാത്രമേ ഈ ഐഡിയ ഉപയോഗിക്കാവുള്ളൂ, അത് ശ്രദ്ധിക്കുക. എല്ലായിടത്തും കയറി ചെയ്യാതിരിക്കുക. ഇൻഫിനിറ്റിയിൽ മാത്രമേ ഇത് വർക്കാവുള്ളൂ. ഐയുടെ കോയിഫിഷ്യൻറ്റ്, z² കോയിഫിഷ്യൻറ്റ് i, താഴെ z² കോയിഫിഷ്യൻറ്റ് 1. ആൻസർ എന്ത് വരും? i വരും. ഓപ്ഷൻ സി. 23ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് z → 1 + i 3x + i 4y എന്നതാണ് ചോദ്യം. ഓക്കെ, z എന്ന് പറയുന്നത് x+iy ആണ്. ഓക്കെ, അപ്പോൾ z → എന്ന് പറഞ്ഞാൽ അത് x → റിയൽ പാർട്ടും y → ഇമാജിനറി പാർട്ടുമാണ്. x → 1, y → 1. സോ ലിമിറ്റ് x → 1, y → 1, 3x + i 4y എന്ത് വരും? 3 × 1 പ്ലസ് i × 4 × 1. 3 + 4i ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി. 24ാമത്തെ ചോദ്യം. (1 - i) എന്ന സമ്മിശ്ര സംഖ്യയുടെ പോളാർ രൂപം അഥവാ പോളാർ ഫോം എഴുതാനാണ് ചോദ്യം. ഓക്കെ, z = a + ib എന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത് എന്താണ്? r × cos θ + i sin θ. തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡും r എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇസഡും. r = mod z √(1² + -1²) അല്ലേ. 1 - i അല്ലേ, √1 + 1 √2. √2 ഉള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അപ്പോൾ രണ്ടെണ്ണം കളയാം. ഓക്കെ, ഇനി തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻറ്റിലാണ് ഇത് നിൽക്കുന്നത് നോക്കണം. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഡിറക്റ്റ് തീറ്റ, ബാക്കിയുള്ള ക്വാഡ്രൻറ്റുകളാണെങ്കിൽ ഡമ്മി തീറ്റയാണ്. ഡമ്മി തീറ്റയിൽ നിന്നും ഡിറക്റ്റ് തീറ്റയിലേക്ക് എത്തുകയാണ്. ഡിറക്റ്റ് തീറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ പൈ മൈനസ് ഡമ്മി തീറ്റ, തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഡമ്മി തീറ്റ മൈനസ് പൈ, ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ മൈനസ് ഡമ്മി തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക അല്ലേ. ഇനി ഇത് എന്താണ്? പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. ഇനി അതല്ലാണ്ട് ഉള്ള സൊല്യൂഷനാണ് എക്സാമിന് തരുന്നതെന്നുണ്ടെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റിന് പൈ മൈനസ് തേർഡ് ക്വാഡ്രൻറ്റിന് പൈ പ്ലസ് തീറ്റ ഡാഷ് എന്നുള്ളൊരു ഇക്വേഷനും ഫോർത്ത് ക്വാഡ്രൻറ്റിന് 2π - തീറ്റ ഡാഷ് എന്നുള്ള ഇക്വേഷനും കൂടെ ഓർത്ത് വെക്കണം. ചിലപ്പോൾ അത് പ്രിൻസിപ്പൽ റേഞ്ചിലുള്ള സൊല്യൂഷൻ ആവില്ല എക്സാമിന് ഉണ്ടാവുക. ഒരു 99% പ്രിൻസിപ്പൽ റേഞ്ച് സൊല്യൂഷനാണ് ഇപ്പോൾ തരാറ്.
അപ്പോൾ അതുകൊണ്ട് ആദ്യം പറഞ്ഞ തീറ്റാസ് ആണ് വരാറ്. നോക്ക്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിലേ ഉള്ളൂ ഡിറക്റ്റ് തീറ്റ വരുന്നത്. ബാക്കിയുള്ള ഏത് ക്വാഡ്രൻ്റ് ആണെങ്കിലും ഡമ്മി തീറ്റ വേണം. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് 1 - i, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്, ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് നിൽക്കുന്നത്. ശരിയല്ലേ? ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് നിൽക്കുന്നത്. ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ മൈനസ് തീറ്റ ഡാഷ് ആണ്. അപ്പോൾ തീറ്റ ഡാഷ് എന്ന് പറയുന്നത് ഡമ്മി തീറ്റയാണ്. ഡമ്മി തീറ്റ എന്ന് പറയുന്നത്, ഡമ്മി തീറ്റയുടെ ഫോർമുല എന്ന് പറയുന്നത് തീറ്റ ഡാഷ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മോഡ് b/a എന്നുള്ളതാണ് ഡമ്മി തീറ്റയുടെ ഫോർമുല. ടാൻ ഇൻവേഴ്സ് മോഡ് b/a എന്ന് പറഞ്ഞാൽ 1 - i അല്ലായിരുന്നു കോംപ്ലക്സ് നമ്പർ, -1/1 ടാൻ ഇൻവേഴ്സ് 1 വരും. ടാൻ ഇൻവേഴ്സ് 1 വരും. എന്താണ്? 45. ഓക്കെ, ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ഡമ്മി തീറ്റയുടെ നെഗറ്റീവാണ് ശരിക്കുള്ള തീറ്റ. അപ്പോൾ ശരിക്കുള്ള തീറ്റ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് മൈനസ് തീറ്റ ഡാഷ് ആണ്. ദറ്റ് ഈസ് -π/4. -π/4 ആണ് ആർഗ്യുമെൻ്റ് വരിക. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഈക്വേഷനിൽ കൊടുത്താൽ 6√2 കിട്ടി ഇൻറ്റു കോസ് -π/4 പ്ലസ് i ഇൻറ്റു സൈൻ -π/4 ഈക്വൽ ടു √2 ഇൻറ്റു കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ അത് പോസിറ്റീവായിട്ട് മാറും, സൈനകത്ത് നെഗറ്റീവ് വന്നാൽ അത് പുറത്തിറങ്ങും, -i sin π/4. സോ √2 ഇൻറ്റു കോസ് π/4 -i sin π/4. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. √2 ഇൻറ്റു കോസ് π/4 -i sin π/4. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 25ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 25. y is equal to x² എന്ന വക്രം, x² = 4ay അപ്വേർഡ് പരാബോളയാണ്. x is equal to 1 മുതൽ x is equal to 3 എക്സ് ആക്സിസും തമ്മിലുള്ള പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. പരപ്പളവ് എന്ന് പറഞ്ഞാലും വിസ്തീർണം എന്ന് പറഞ്ഞാലും ഏരിയ ആണ്. ഡയറക്റ്റ് ആണല്ലോ. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഇൻ കാൽക്കുലസ്, ഇൻ്റഗ്രൽ a to b, ഇൻ്റഗ്രൽ 1 to 3 y dx, ഇൻ്റഗ്രൽ 1 to 3 x² dx, x³ 1 to 3, 1/3 പുറത്തെടുത്താൽ 3³ 27 -1³ 1, 26/3. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. 26ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 26. 2y is equal to -x + 8, x is equal to 2, x is equal to 4 എന്നീ വരകളും എക്സ് അക്ഷവും നിർണ്ണയിക്കുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് എത്രയാണ്, ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. നോക്ക്, എന്താണ്? ഇൻ്റഗ്രൽ 2 to 4 y dx, y എന്ന് പറയുന്നത് -x + 8/2 വരും. ഓക്കെ, നമുക്ക് 1/2 ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ ഇൻ്റഗ്രൽ 2 to 4 8 - x dx. സോ 1/2 ഇൻറ്റു 8ൻ്റെ ഇൻ്റഗ്രൽ 8x, എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ഓവർ ദ ലിമിറ്റ് 2 to 4. സോ 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ 4 8 32 മൈനസ് 4ൻ്റെ സ്ക്വയർ 16/2 8, മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 7 8 16 മൈനസ് 2ൻ്റെ സ്ക്വയർ 4/2 2 ഈക്വൽ ടു 1/2 ഇൻറ്റു 32 മൈനസ് 8 മൈനസ് 16 പ്ലസ് 2. സോ ഹാഫ് ഇൻറ്റു 32 നിന്ന് 16 കുറച്ചാൽ 16 16 അല്ല 32, ബാക്കി 16 ഉണ്ടാവും. 16 2 18 8 കുറച്ച് 10, 10/2 5. ഓപ്ഷൻ ബി 5 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? 27ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 27. y is equal to 2 into √1 - x², x belongs to x ranges from 0 to 1 എന്ന വക്രം ഉൾക്കൊള്ളുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ്. ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ആണല്ലോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 0 to 1 ഇത് സ്ക്വയർ ചെയ്തിട്ട് എന്തോടാ, y² is equal to 4 into 1 - x² എന്ന് വരും അല്ലേ. അതായത് y² equal to 4 - 4x² വരും. 4x² പ്ലസ് y² is equal to 4 വരും. 4 കൊണ്ട് കട്ട് ചെയ്താൽ x² പ്ലസ് y²/4 is equal to 1 എന്ന് വരും. ഓക്കെ, സോ x²/1² പ്ലസ് y²/2² is equal to 1 എന്ന് വരും.
എ വാല്യൂ 1, ബി വാല്യൂ 2, ഏരിയയുടെ ഇക്വേഷൻ എലിപ്സിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ പൈ എ ബി ആണ്. സോ ഇൻ്റഗ്രേഷൻ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് അറിയാമല്ലോ, പൈ ഇൻറ്റു 2 ഇൻറ്റു 1, പൈ ഇൻറ്റു 2 ഇൻറ്റു 1 2 പൈ. അപ്പോൾ അതിനകത്ത് എക്സിൻ്റെ താഴെയാണ് 1 വരുന്നത്, വൈയുടെ താഴെയാണ് വലിയ സംഖ്യ. അപ്പോൾ വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള എലിപ്സ് ആണ്, ഇങ്ങനെയുള്ള എലിപ്സ് ആണ്. അപ്പോൾ ഇവിടെ 1, ഇവിടെ 2, 0 തൊട്ട് 1 വരെ, 0 തൊട്ട് 1 വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ്റെ ഏരിയ മതി അല്ലേ, ഇത്രയും പോർഷൻ്റെ ഏരിയ മതി. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്, ശരിയാണല്ലോ. സോ മൊത്തമുള്ള ഏരിയ 2 പൈ ആണ്, അതിൻ്റെ 1/4 π/2 ആണ് ആൻസർ കിട്ടുക, ഓപ്ഷൻ ബി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാടാ, നേരിട്ട് നോക്ക്, വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് വരിക, 0 to 1 വൈയെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ എലിപ്സ് ആക്കിയിട്ട് എലിപ്സിൻ്റെ ഏരിയ വെച്ച് ചെയ്യാൻ തോന്നണം എന്നില്ല. 0, പക്ഷേ ആ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴുള്ള ഫോർമുലയൊക്കെ അറിഞ്ഞിരിക്കണം. 0 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് വരിക, ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2 ഇൻറ്റു റൂട്ട് 1 മൈനസ് എന്തായിരുന്നു എക്സ് സ്ക്വയർ, 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 2 ഇങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഫോർമുല ഓർമ്മയുണ്ടോ, ഇൻ്റഗ്രൽ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു x/2 റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/a എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x/2 റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് x/1 എന്ന് പറഞ്ഞാൽ എക്സ് ഓവർ ദ ലിമിറ്റ് 0 to 1. സോ 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1/2 ഇൻറ്റു റൂട്ട് 1 മൈനസ് 1 സ്ക്വയർ 0 ആവും, 1/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/2, ലോവർ ലിമിറ്റ് കൊടുത്താൽ 0, സൈൻ ഇൻവേഴ്സ് 0 0. ആൻസർ എന്ത് വരും, 2π/4 കട്ട് ചെയ്തെടുത്താൽ 1π/2. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും π/2 കിട്ടും, രണ്ട് ആൻസറുകളും സെയിം ആണ് കണ്ടോ. ഇൻ്റഗ്രേഷൻ ഈ റിസൾട്ട് അറിയാമെന്നുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഈ മെത്തേഡ് തന്നെ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണേ. 28ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇൻ്റഗ്രേഷൻ ചെയ്യാനാണ് ചോദ്യം. നടുക്ക് പ്രോഡക്റ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാമായിരുന്നു, കാരണം എല്ലാം കോൺസ്റ്റൻറ്റ് ലിമിറ്റുകളാണ്. പ്രോഡക്റ്റ് അല്ല, നടുക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അത് സെപ്പറേറ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള സൊല്യൂഷനേ ഉള്ളൂ. ഇൻ്റഗ്രൽ 0 to 1 ആദ്യം എന്ത് ചെയ്യുക, ഇസഡ് കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഇസഡ്, വൈയുടെ ഇൻ്റഗ്രൽ വൈ ഇസഡ്, സെഡിൻ്റെ ഇൻ്റഗ്രൽ സെഡ് സ്ക്വയർ ബൈ 2 ഓവർ ദ ലിമിറ്റ് 0 to 1 dy dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 അപ്പർ ലിമിറ്റ് കൊടുത്താൽ എക്സ് പ്ലസ് വൈ പ്ലസ് 1/2, ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 ആയി പോവും, dy dx. സോ ഇൻ്റഗ്രൽ 0 to 1 വൈ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് y/2 ഓവർ ദ ലിമിറ്റ് 0 to 1 dx. സോ ഇൻ്റഗ്രൽ 0 to 1 വൈക്ക് വാല്യൂ കൊടുത്താൽ എക്സ് പ്ലസ് ഹാഫ് പ്ലസ് ഹാഫ്, ലോവർ ലിമിറ്റ് 0 ആയി പോകുന്നതുകൊണ്ട് കൊടുക്കണ്ട, dx. ഓക്കെ, ബാക്കി ഇവിടെയൊക്കെ എഴുതണ്ടേ. ഹാഫും കൂട്ടിയാൽ 1 വരും, എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2, 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ് ഓവർ ദ ലിമിറ്റ് 0 to 1. സോ 1/2 പ്ലസ് 1 വരും, ആൻസർ എന്താണ് 3/2. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ശരിയല്ലേ, ക്ലിയർ ആണല്ലോ. 29ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ -1 to 2 ഇൻ്റഗ്രൽ 0 to 2 xy z സ്ക്വയർ dz dy dx എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ആദ്യമേ ഇസഡ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻസൈഡ് ഉള്ള സാധനം. ഇത് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ, കാരണം ഇത് പ്രോഡക്റ്റ് ആണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സിൻ്റെതാണ് ഏറ്റവും പുറത്ത്, വൈയുടേത് അതിൻ്റെ അകത്ത്, ഇസഡിൻ്റെത് അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ എക്സിൻ്റെത് ഇൻ്റഗ്രൽ 0 to 1 എക്സ് വരുന്നത് എക്സ് ഡി എക്സ് ഇൻറ്റു ആണേ, ഇൻറ്റു
നോക്ക്. ഇറേസ് ആവുന്നില്ലല്ലോ. ഇറേസ്. ഓക്കെ, നടുക്ക് കണക്ട് ചെയ്യുന്ന ഇൻറ്റു ആണ് കേട്ടോ. എക്സിൻ്റെ ലിമിറ്റ് 0 to 1, എക്സ് വരുന്ന ഫംഗ്ഷൻ എക്സ് ഡി എക്സ് ഇൻറ്റു വൈയുടേത് എന്ത് വരും, -1 to 2, വൈ വരുന്ന ഫംഗ്ഷൻ വൈ ഡി വൈ ഇൻറ്റു ഇസഡിൻ്റെത് 0 to 2, ഇസഡ് വരുന്ന ഫംഗ്ഷൻ സെഡ് സ്ക്വയർ ഡി സെഡ്. ഇനി ചെയ്തെടുത്തോ. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ഓവർ ദ ലിമിറ്റ് 0 to 1, വൈയുടേത് y²/2 ഓവർ ദ ലിമിറ്റ് -1 to 2, ഇസഡ് സ്ക്വയറിൻ്റെത് z³ ഓവർ ദ ലിമിറ്റ് 0 to 2. സോ ഇത് 1/2 വരും. ഇത് 2² 4/2 2 വരും, -1² 1/2 വരും. ഇവിടെ 2³ 8/3 വരും. സോ ഹാഫ് ഇൻറ്റു ഈ 2 4 1 കുറച്ച് 3/2 ഇൻറ്റു 8/3. 3 3 കട്ട് ചെയ്യാം, ഈ 2 4 8 കട്ട് ചെയ്താൽ 2. സോ 2 വരും ആൻസർ. ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ സി 2 ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. 30ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു എലിപ്സോയിഡ് x² പ്ലസ് y² പ്ലസ് z² 1ൻ്റെ വോളിയം താഴെ പറയുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വോളിയം ഓഫ് എലിപ്സോയിഡ് 4πABC/3 ആണ്. മസ്റ്റായിട്ട് പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4πABC/3. ഇത് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അതേപോലെ തന്നെ എടുത്ത് വെച്ചേക്കുന്നതാണ്. 4πABC/3 വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനി വരുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ x²/9 പ്ലസ് y²/4 പ്ലസ് z²/16 = 1. ഈ എലിപ്സോയിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർമുല എന്താണ്? വോളിയം എന്ന് പറയുന്നത് 4πABC/3. 4π ഇൻറ്റു A² ആണ് 9, A വാല്യൂ 3, B² ആണ് 4, B വാല്യൂ 2, C² ആണ് 16, C വാല്യൂ 4/3. 3 3 കട്ട് ചെയ്യാം, 24 4 32 പൈ വരും ആൻസർ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഫോർമുല അറിയാണ്ടിരിക്കരുത്. എലിപ്സോയിഡിൻ്റെ വോളിയം എന്താണ്? 4πABC/3. എലിപ്സോയിഡ്, കാർഡിയോയിഡ്, 3 പെറ്റൽഡ് റോസ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വോളിയം ഏരിയ ഒക്കെ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം എക്സാമിന് വരില്ല. ഓക്കെ, യെസ്. 31ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നാല് ആരവും 3 - 4 കേന്ദ്രവുമായ വൃത്തം എന്താണെന്നാണ് ചോദ്യം. ഡയറക്ട്ലി സർക്കിളിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ അല്ലേ? x - h² പ്ലസ് y - k² r². സോ x - 3² പ്ലസ് y - -4, y + 4² 4². സോൾവ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? -g - f എടുത്തിട്ട് നമുക്ക് സെൻറ്റർ ഏതാണെന്ന് നോക്കാം. ചിലപ്പോൾ അവസാനത്തെ ഓപ്ഷൻ ആണെങ്കിൽ വെറുതെ സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ റേഡിയസ് √g² + f² - e നോക്കണം. അതിലും ഭേദം നേരിട്ട് അങ്ങ് ഡിറൈവ് ചെയ്യുന്നതാണ്. x² - 6x പ്ലസ് 9 പ്ലസ് y² പ്ലസ് 8y പ്ലസ് 16 = 16. 16 കട്ട് ചെയ്യാം. x² പ്ലസ് y² മൈനസ് 6x പ്ലസ് 8y പ്ലസ് 9 = 0. ഓപ്ഷൻ എ. x² പ്ലസ് y² മൈനസ് 6x പ്ലസ് 8y മൈനസ് 9 പ്ലസ് 9 = 0. 32ാമത്തെ ചോദ്യം നോക്കോളൂ. x² മൈനസ് 2x പ്ലസ് y² മൈനസ് 10y പ്ലസ് k = 0 എന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം 16 പൈ ആണെങ്കിൽ കെയുടെ വില എന്താണെന്നാണ് ചോദ്യം. വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ. എന്ന് പറയുന്നത് 16 പൈ ആണ്. ഓക്കെ, നോക്കണേ. സർക്കിളിൻ്റെ
ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അതാണ് 16 പൈ തന്നേക്കുന്നത്. പൈ കട്ട് ചെയ്താൽ ആർ സ്ക്വയർ 16. റേഡിയസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. റേഡിയസ് 4 കിട്ടും. ഓക്കെ, ഇനി ഇത് 4 കിട്ടി. ഇനി സർക്കിളിൻ്റെ ഇക്വേഷനിൽ നിന്ന് റേഡിയസ് എടുക്കണം. 2g എന്ന് പറയുന്നത് -2 ആണ്. 2f എന്ന് പറയുന്നത് -10 ആണ്. g എന്ന് പറയുന്നത് -1 വരും. f എന്ന് പറയുന്നത് -5 വരും. കമ്പയർ ചെയ്താൽ കെയുടെ വാല്യൂ സിയുടെ വാല്യൂ ആണ് കെ വരിക. ഓക്കെ, റേഡിയസിൻ്റെ ഇക്വേഷൻ എന്താണ്? √g² + f² - c. റേഡിയസ് 4 ഉണ്ട്. √-1² 1, -5ൻ്റെ സ്ക്വയർ 25 മൈനസ് സിയുടെ വാല്യൂ കെ. റൂട്ട് ഇപ്പുറം വന്ന് സ്ക്വയർ ആവും. 4ൻ്റെ സ്ക്വയർ 16 = 25 ഒന്നും 26 മൈനസ് കെ ഇപ്പുറം എടുത്താൽ പ്ലസ് കെ വരും. 26 + 16 അപ്പുറം പോയാൽ -16. 26ൽ നിന്ന് 16 കുറച്ച് 10. ഓപ്ഷൻ സി 10 ആണ് നമുക്ക് എന്ത് കിട്ടുക? കെയുടെ വാല്യൂ കിട്ടുക. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ എല്ലാവർക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എക്സാമിന് മുൻപായിട്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ക്ലാസ്സുകൾ ഞാൻ എന്തായാലും ചെയ്തു തരും. അതെല്ലാം തന്നെ കണ്ട് നന്നായിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, സോ അണ്ടിൽ ദെൻ ബൈ ബൈ.